കൃപാസന മാതാവിൻ്റെ അൾത്താരയിൽ നിൽക്കുവാൻ മാതാവ് ഇടയാക്കിയതിനെ ഓർത്ത് മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് അഖില, ഇതെൻ്റെ ഹസ്ബൻഡ് റിങ്കു, ഇത് ഞങ്ങളുടെ കുഞ്ഞ് എസക്കിയേൽ മരിയോൺ റിങ്കു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 4 വർഷം പൂർത്തിയായി. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ കൺസീവ് ആയായിരുന്നു. ഒരു കുഴപ്പങ്ങളും ഒന്നും ഇല്ലായിരുന്നു. 7-ാം മാസത്തെ സ്കാനിങ് ആയപ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒരുപാട് കൂടി. അങ്ങനെ അത് കുഞ്ഞിൻ്റെ ലങ്സിനുള്ളിലേക്കൊക്കെ കയറി. അങ്ങനെ ഞങ്ങൾ ഗ്രോത്ത് സ്കാനിന് ചെല്ലുന്ന സമയത്താണ് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ഡോക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. അന്ന് ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണം. അതായത് എൻ്റെ ലൈഫിന് വളരെ റിസ്ക്കാണ് ഈ പ്രഗ്നൻസി. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കളഞ്ഞ് ലൈഫ് സേവ് ചെയ്യുക, അതാണ് ഡോക്ടേഴ്സ് അന്ന് ശ്രമിച്ചത്. അബോർഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഒരുപാട് അവർ കൗൺസിലിംഗ് ഒക്കെ ചെയ്തു. പക്ഷേ ഒന്നും ചെയ്യത്തില്ല. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർണ്ണമായിട്ടും ഉറച്ചു നിന്നു. ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ പോയി. അവിടെയും എൻ്റെ ലൈഫിന് റിസ്ക്കാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറായില്ല. ഈശോ എനിക്ക് എങ്ങനെ കുഞ്ഞിനെ തരുന്നോ അങ്ങനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്ക് ബ്ലീഡിങ് വന്നു, നോർമൽ ഡെലിവറി നടന്നു അങ്ങനെ. പക്ഷേ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഈ ഒരു സ്കാനിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ ശരിക്കും കരയാൻ വേണ്ടിയിട്ട് വാഷ്റൂമിൽ കയറിയതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ കാതിലൊരു വചനം തന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. റോമ 8:28. ഞാൻ ഒരു വചനവും അങ്ങനെ കാണാതെ പഠിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. ഈ വചനം ഞാൻ എവിടെ കണ്ടെന്നോ എപ്പോൾ വായിച്ചെന്നോ പോലെ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് എനിക്ക് വചനം തന്നു. അതോടുകൂടി ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയി. ഈ ഭൂമിയിൽ ആർക്കും ആശ്വസിപ്പിച്ചാലും ആരുടെ ആശ്വാസവാക്ക് എന്നെ ആ സമയത്ത് ശക്തിപ്പെടുത്തത്തില്ല. പക്ഷേ ഈശോയും മാതാവും എന്നെ ഈ വചനത്തിലൂടെ ശക്തിപ്പെടുത്തി. അങ്ങനെ കുഞ്ഞു മരിച്ചതിൻ്റെ പിറ്റേ മാസമായപ്പോൾ പെട്ടെന്ന് എനിക്ക് കാലിൽ DVT എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വന്നു. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും. അതായത് കാലിൽ രക്തം കട്ട പിടിക്കുന്നത്. അത് ഭയങ്കര ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ആദ്യം ഈ കുഞ്ഞു മരിച്ചപ്പം കൃത്യമായിട്ട് എന്താണ് കാരണമെന്നൊന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് കുറേ ഇങ്ങനെ അവരുടേതായ ഊഹങ്ങളൊക്കെ പറയുകയാണ്. ചിലപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണും, അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ് കയറിയത് കൊണ്ടായിരിക്കും, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ഒരു കൃത്യമായൊരു ഉത്തരം ഒന്നിനും ഇല്ലായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിനൊരു എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച ശേഷമേ ഇനിയൊരു പ്രഗ്നൻസിയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാവൂ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അങ്ങനെ പിറ്റേ മാസം എനിക്ക് DVT വന്നു. അപ്പോൾ കാലിൽ ബ്ലഡ് ക്ലോട്ടായി. ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി കാലനക്കാനേ പറ്റത്തില്ല. അങ്ങനെ വീൽ ചെയറിലോട്ട് എന്നെ ഇരുത്തി. എന്നിട്ട് 2 ഹോസ്പിറ്റലിൽ ഞങ്ങളോട് പറഞ്ഞു കാല് മുറിച്ച് കളയേണ്ടി വരുമെന്ന്. അങ്ങനെ അന്ന് രാത്രി തന്നെ ഫെബ്രുവരി 18 അന്ന് രാത്രി ആംബുലൻസിന് ഞങ്ങളെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു, ഞാനും ഹസ്ബൻഡും. ഞാനിങ്ങനെ വചനങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിലെത്തി. കാല് മുറിച്ച് കളയേണ്ടി വരുമെന്ന് പറഞ്ഞിടത്ത് നിന്ന് ഈശോ എന്നെ 2 കാലിൽ ഇന്നിപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഒരു 3 സർജറി എനിക്ക് ആ സമയത്ത് ചെയ്യേണ്ടി വന്നു. പെർമനൻ്റായിട്ടൊരു സ്റ്റെൻറ്റൊക്കെ ഇടേണ്ടി വന്നു. കാരണം എൻ്റെ ബ്ലഡ് വെസൽസ് എല്ലാം കട്ട പിടിച്ചത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തിയിരുന്നു. അങ്ങനെ സ്റ്റെൻറ്റൊക്കെ ഇട്ടു. അങ്ങനെ ശരിക്കും ഈ DVT വന്നതുകൊണ്ടാണ് ആ ഡോക്ടേഴ്സിന് സംശയം തോന്നിയിട്ട് അവർ വേറെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു. അപ്പം മനസ്സിലായി എനിക്ക് രക്തം കട്ട പിടിക്കുന്ന ഒരു അസുഖമുണ്ട്. ഇതൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. ശരിക്കും നമ്മുടെ ശരീരം തന്നെ നമുക്കെതിരെ റിയാക്ട് ചെയ്യാണ്. അപ്പോൾ എല്ലായിടത്തും തന്നെ ബ്ലഡ് ക്ലോട്ടാകാനുള്ളൊരു ഹൈ റിസ്ക്കാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് കുഞ്ഞ് മരിച്ചതെന്നുള്ളൊരു ഉത്തരം ഈശോ എനിക്ക് അപ്പം തന്നു. അതായത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിനെ ശരീരം കാണുന്ന ഒരു ശത്രുവായിട്ട് തന്നെയാണ്. അപ്പോൾ കുഞ്ഞിനെ കൊല്ലണം എന്ന രീതിയിൽ തന്നെ പൊക്കിൾക്കൊടിയിൽ ബ്ലഡ് ക്ലോട്ടാവും. പിന്നെ കുഞ്ഞിന് ബ്ലഡ് സപ്ലൈ ഒന്നും കിട്ടാതെ വരും. കുഞ്ഞിന് ഗ്രോത്ത് റിട്ടാർഡേഷൻ വന്ന് കുഞ്ഞ് മരിക്കും. അങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ.
അതുപോലെ ഈ അസുഖം ഫെർട്ടിലിറ്റിയെ ഓരോ മാസം കുറച്ച് കുറച്ച് വരും. അപ്പം നോർമലി നമുക്ക് കൺസീവ് ആകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ DVT വന്നതോടുകൂടി എന്താണ് ശരിക്കും കുഞ്ഞ് മരിക്കാനുള്ള കാരണമെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ആ സമയത്ത് ഈ വചനം എനിക്കിങ്ങനെ ഈശോ പിന്നെയും വീണ്ടും തരികയാണ്. അതായത് എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് വേദനയാണെങ്കിലും എന്ത് സഹനമാണെങ്കിലും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് മരണമാണെങ്കിലും അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ഈശോ പഠിപ്പിച്ചു. അങ്ങനെ DVT വന്നതുകൊണ്ട് എന്താണെന്ന് കാരണം മനസ്സിലായി. പിന്നെ എനിക്ക് ഈ ഡെലിവറിയോട് അസോസിയേറ്റ് ചെയ്ത് കുറേ ഫിഷർ എന്ന് പറഞ്ഞൊരു അസുഖം വന്നു. ഒരു വർഷത്തോളം എനിക്ക് അതിവേദനയായിരുന്നു. ഞാൻ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു, അവർ പറഞ്ഞ പോലെ മെഡിസിൻ എടുത്തു, ഡയറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടായില്ല. അങ്ങനെ ഡിസംബറിൽ എനിക്ക് സർജറി ഫിക്സ് ചെയ്തു. സർജറി ചെയ്യുന്നത് തന്നെ എനിക്ക് റിസ്ക്കാണ്, പക്ഷേ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന രീതിയിൽ ഡോക്ടേഴ്സ് ഫിക്സ് ചെയ്തു. ആ സമയത്ത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തൊരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ഈ തൈലമൊക്കെ എൻ്റെ വയറിൽ തേക്കാൻ തുടങ്ങി. ഉടമ്പടി ഉപ്പും തേനും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കരമായ ചേഞ്ചസ് വന്നു. എനിക്ക് പൂർണ്ണമായ രോഗസൗഖ്യം അവിടെ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് മൈസൂരിലേക്ക് പോയി. അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ മാതാവിനോട് നിയോഗം വെച്ചിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനും ജോലി ചെയ്യാനും പറ്റണേന്നൊക്കെ. അവിടെ ചെന്ന സമയത്ത് തൊട്ടടുത്തൊരു സ്കൂളിൽ ഞാൻ വെറുതെ ബയോഡേറ്റ കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവർ ഉടനെ തന്നെ ഇൻ്റർവ്യൂ നടത്തി, തൊട്ടടുത്ത ദിവസം ഡെമോ ക്ലാസ്സൊക്കെ നടത്തി എനിക്കവിടെ ജോലി തന്നു. എനിക്ക് അത് വിശ്വസിക്കാൻ തന്നെ പറ്റാത്ത രീതിയിൽ, അതായത് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്ന പോലെ, തടസ്സങ്ങളൊക്കെ പെട്ടെന്ന് മാറുന്നത് പോലെ, മാതാവ് മുന്നേ പോയി വഴിയൊരുക്കുന്ന പോലെ എനിക്ക് തോന്നിത്തുടങ്ങി. ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഞാനൊന്നും പ്രിപ്പയർ ആയിട്ടേ ഇല്ലായിരുന്നു. ശരിക്കും ഞാൻ ആ ജോലിക്ക് ഫിറ്റ് അല്ല എന്ന് തന്നെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഞാൻ ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് വേണ്ടി സംസാരിക്കണേന്ന്. അങ്ങനെ മാതാവാണ് ശരിക്കും എനിക്ക് വേണ്ടി സംസാരിച്ചത്. അവരെന്നെ അവിടെ ഹൈസ്കൂൾ ടീച്ചറായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. ആ സ്കൂളിൽ, അതൊരു പ്രൈവറ്റ് സ്കൂളാണ് എങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന അധ്യാപകരിൽ ഒരാളായിട്ടാണ് മാതാവ് എനിക്ക് ആ ജോലി നൽകി അനുഗ്രഹിച്ചത്. ഞാൻ മൈസൂരിൽ ചെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഈ ജോലിയായി അവർ ഓഫർ ലെറ്റർ തരികയും ചെയ്തു. അങ്ങനെ ഈ സ്കൂളിൽ എനിക്ക് 10ാം ക്ലാസ് പഠിപ്പിക്കേണ്ട വന്നു. അപ്പം ഹൈസ്കൂൾ ടീച്ചറായിട്ടാണ് അവർ അപ്പോയിൻ്റ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് ഞാൻ വേറൊരു സ്റ്റേറ്റാണ്, കർണാടകയാണ്. എനിക്ക് കന്നഡ ഒട്ടും അറിയില്ല ചെന്ന സമയത്ത്. അപ്പോൾ ഈ കുട്ടികളെ എങ്ങനെ ഇവർക്കിപ്പോൾ മനസ്സിലായി ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ അവരെ കന്നഡയിൽ അത് അവരുടെ മാതൃഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ചു. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം, മാതാവ് തന്നെ പഠിപ്പിക്കണം. ഞാൻ ഒത്തിരി കുറവുകളുള്ള ഒരാളാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ പോലും എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. അപ്പോൾ മാതാവ് എനിക്ക് വേണ്ടി സംസാരിക്കണം, മാതാവ് ക്ലാസ് എടുക്കണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞാൻ എന്നും പോവുക. അങ്ങനെ അവിടെ 10ാം ക്ലാസ്സിലേക്ക് അവിടെ അവരെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ക്രമേണ എനിക്ക് ഓരോ കാര്യങ്ങളും, ഇപ്പോൾ കന്നഡയാണെങ്കിൽ ഓരോ വാക്കുകളൊക്കെ എന്നെ ഇങ്ങനെ മാതാവ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുട്ടികളോട് നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കത്തക്ക രീതിയിൽ പഠിപ്പിക്കാൻ മാതാവ് എന്നെ സഹായിച്ചു. മാതാവ് തന്നെ എല്ലാം മുന്നിൽ നിന്ന് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളോടും ഈ ഉടമ്പടിയെക്കുറിച്ചും എനിക്ക് ജോലി കിട്ടിയ കാര്യവും ഒക്കെ പറഞ്ഞ് ഈ ഉടമ്പടി തൈലം ഇവരുടെ പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് ഇവർക്ക് നെറ്റിയിൽ തേച്ച് കൊടുക്കും. ആ സ്കൂളിൽ ഒരൊറ്റ ക്രിസ്ത്യാനി കുട്ടികൾ പോലും ഇല്ല, എല്ലാം അക്രൈസ്തവരാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അവർ ഈ പ്രാർത്ഥന ചൊല്ലുകയും ഈ ഉടമ്പടി തൈലം തേക്കാൻ വേണ്ടി അവർ എക്സാമിന് മുമ്പ് ഇങ്ങനെ ക്യൂവിൽ വന്ന് നിൽക്കും. അങ്ങനെ എക്സാം അടുക്കുന്ന ഒരു സമയമായി. അപ്പോൾ അവിടുത്തെ സ്കൂളിലെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാ അക്കാഡമിക് ഇയറിൻ്റെ അവസാനമാകുമ്പോൾ അവർ പുറത്തുനിന്ന് വേറെ ടീച്ചേഴ്സിനെ, റിട്ടയർഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽസൊക്കെ വന്നിട്ട് നമ്മുടെ ക്ലാസ് ചെക്ക് ചെയ്യും. ക്ലാസ് മോശമാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും. അപ്പം നല്ല ക്ലാസ് ആണെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ളൊരു അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്യും. അങ്ങനെ എനിക്കും ക്ലാസ് എടുക്കേണ്ട ഒരു അവസരം വന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ മുറുക്കെ പിടിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്.
പക്ഷേ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ വെച്ച് മോശം ക്ലാസ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ മാനിക്കണേ, മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും നാണം കെടാൻ ഇടയാകല്ലേ എന്ന്. ഈ ക്ലാസ്സിന് ശേഷം ഇവർ നമ്മൾക്കൊരു റിവ്യൂ തരും. അത് സ്കൂൾ മാനേജറിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് തരിക. പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ പറയും. അപ്പോൾ ഒരിക്കലും നാണം കെടേണ്ട വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ക്ലാസ്സിന് ശേഷം ഇവരെന്നോട് റിവ്യൂ പറയുമ്പം അവരെല്ലാം പോസിറ്റീവായിട്ട് മാത്രമാണ് പറയുക. ഞാനപ്പം മാതാവിനെ, എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ മാതാവെ, ഞാൻ ആ സ്കൂളിലെ മറ്റധ്യാപകരെ വെച്ച് ഞാനാണ് ഏറ്റവും ജൂനിയർ, എനിക്ക് മാത്രമേ കന്നഡ അറിയാത്തത്, എനിക്കാണ് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത്. എങ്കിൽ പോലും ഈ കുറവുകളൊക്കെ ഉള്ളപ്പോഴാണ്, ശരിക്കും കുറവുകളിലാണ് ദൈവത്തിൻ്റെ ഒരു കൃപ നമുക്ക് പ്രകടമാകുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ ഒരു കഴിവ് കൊണ്ടേ അല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അങ്ങനെ ആ വർഷത്തെ ഹൈസ്കൂൾ സെക്ഷനിൽ ബെസ്റ്റ് ടീച്ചർ അവാർഡ് എനിക്ക് തന്നു മാതാവ്. പിന്നെ 10ാം ക്ലാസ് നമുക്ക് എല്ലാ ദിവസവും സ്പെഷ്യൽ ക്ലാസ് എടുക്കണം. അപ്പം ഞായറാഴ്ച ദിവസങ്ങളിലും സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ എല്ലാ അധ്യാപകരും റെഡിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പം ആദ്യം തന്നെ ഞാൻ എതിർത്തായിരുന്നു, ഞാൻ ഞായറാഴ്ച എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, എല്ലാവരും ക്ലാസ് എടുക്കുമ്പോൾ ഞാനും എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ പലവട്ടം എന്നോട് പ്രിൻസിപ്പൾ ഞായറാഴ്ച ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഞായറാഴ്ച എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഞാൻ എടുക്കാം. ഞാൻ നൈറ്റ് ക്ലാസ്സും എടുക്കാൻ തയ്യാറായിരുന്നു. നൈറ്റ് ക്ലാസ്സുകളൊക്കെ എടുത്തു. പക്ഷേ ഞായറാഴ്ച ഞാൻ ഇനി എന്ത് തരാമെന്ന് പറഞ്ഞാലും ഞായറാഴ്ച വർക്ക് ചെയ്യത്തില്ലെന്നുള്ളത് എൻ്റെ ഉറച്ച നിലപാടായിരുന്നു. അങ്ങനെ ഞാൻ ഒഴികെ ബാക്കി എല്ലാ അധ്യാപകരും ഞായറാഴ്ച ദിവസങ്ങളിലും ക്ലാസ് എടുത്തു, സ്പെഷ്യൽ ക്ലാസ്സുകൾ എടുത്തു. ഞാനെടുത്തില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവെ, റിസൾട്ട് വരുമ്പം ഏറ്റവും കൂടുതൽ മാർക്ക് എൻ്റെ സബ്ജക്റ്റിനായിരിക്കണം, എന്നെ മാനിക്കണേന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ വർഷത്തെ റിസൾട്ട് വന്നപ്പോൾ ആ സ്കൂളിൽ 100% റിസൾട്ട് ഉള്ളത് എൻ്റെ സബ്ജക്റ്റിന് മാത്രമാണ്. ഞാൻ കുറച്ചേ അധ്വാനിച്ചുള്ളൂ, പക്ഷേ എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി മുന്നേ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഇപ്പം ഞായറാഴ്ച പഠിപ്പിച്ചില്ലെങ്കിൽ കൂടെയും ഈശോയും മാതാവും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയതൊക്കെ കൊടുത്തു. ഞാൻ അങ്ങനൊരു നിലപാടെടുത്തപ്പോൾ ഈശോ മാതാവ് എൻ്റെ ഒപ്പം നിന്നു. ഏറ്റവും കൂടുതൽ റിസൾട്ട് എൻ്റെ സബ്ജക്റ്റിനായിരുന്നു. എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം കുറവുകളുള്ള എന്നിലൂടെയാണ് മാതാവ് പ്രവർത്തിച്ചത്. അങ്ങനെ ഈ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇനിയും അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടു. ഡോക്ടർ കുറേ ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങിനും ഒക്കെ വിട്ടു. ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, നോർമലി ഈ ഒരു അസുഖം എനിക്കുള്ളത് കൊണ്ട് നോർമലി കൺസീവ് ആകാൻ പാടാണ്. അപ്പോൾ കുറച്ച് ടാബ്ലറ്റുകൾ എടുക്കണം. ആ ടാബ്ലറ്റ് വർക്കായില്ലെങ്കിൽ നമുക്ക് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. ഒരു 3000 രൂപയോളം വരുന്ന മരുന്നുകളാണ്. പക്ഷേ ഞങ്ങൾ ഒരു മെഡിസിനും മേടിച്ചില്ല. ഞാൻ മാതാവിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാതാവേ, ഇനി എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ അത് മാതാവ് തന്നതാണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി ഞാൻ ഒരു മെഡിസിനും എടുക്കത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചു. അപ്പോൾ ഹസ്ബൻഡിന് കിട്ടിയ ഒരു വചനം ഇതാണ്: ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? ഏശയ്യ 66:9. ഈ വചനം ശരിക്കും ഈശോ മക്കളെ തരുമെന്നുള്ളതിൻ്റെ സൂചനയാണ്. അതുപോലെ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയുള്ള ഒരു വചനം കൂടിയാണിത്. അപ്പോൾ ഈ വചനം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി ഈശോ മക്കളെ തരുമെന്ന് ഉറപ്പായി. അപ്പോൾ ഒരു ടാബ്ലറ്റും എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, എത്ര നാൾ വേണേലും ഞാൻ കാത്തിരിക്കാം, നീ തരുന്നിടം വരെ. പക്ഷെ ഞാൻ ഒരു മെഡിസിനും ഇതിന് വേണ്ടിയിട്ട് എടുക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി. ശരിക്കും ഇമ്പോസിബിളായൊരു കാര്യമാണ്. 2ാമത്തെ മാസം തന്നെ ഞാൻ കൺസീവായി, നോർമലി ഒരു മെഡിസിനും എടുക്കാതെ. അത് ഡോക്ടേഴ്സിന് എന്നെ വിശ്വസിക്കാൻ പാടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ വണക്കമാസം മെയ് മാസം ഞാൻ കൺസീവായി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഇതെനിക്ക് മെഡിസിൻ എടുത്തൊന്നും കിട്ടിയ കുഞ്ഞല്ല, അപ്പം മാതാവ് തന്നതായതുകൊണ്ട് മാതാവ് തന്നെ നോക്കിക്കോളൂ എന്നൊരു ഉറപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കണ്ടീഷൻ വെച്ച് ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റുകളൊക്കെ പ്രഗ്നൻസിയിൽ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളതാണ്. കാരണം കുഞ്ഞിന് വൈകല്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ മെഡിസിൻ മാറ്റി ഇഞ്ചക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും.
അപ്പം ഞങ്ങൾ രാജഗിരിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത്, എൻ്റെ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഒരു ഡെയിലി 2000 രൂപയുടെ ഇഞ്ചക്ഷൻ എനിക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഡെയിലി 2000 രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസം 60,000 രൂപയോളം നമുക്ക് ഇഞ്ചക്ഷന് മാത്രമാവും. മുന്നിൽ ഒരു വഴി അന്നേരം ഇല്ലായിരുന്നു, പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ തമ്പുരാൻ എനിക്ക് വഴി തുറക്കുമെന്ന്. ഞാനത് ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു. അങ്ങനെ കൺസീവ് ആയ സമയത്ത് തൊട്ട് ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ വലിയൊരു അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഈശോയോടൊരു ഈ ഇഞ്ചക്ഷൻ മാത്രം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം തരുന്ന എൻ്റെ തമ്പുരാൻ എനിക്ക് എല്ലാ മെഡിസിനുകളും ഫ്രീ ആയിട്ട് തന്നെ തന്നു. ഞങ്ങളൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ വേറൊരു ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെന്നു. അതൊരു സീനിയർ ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടർ ആദ്യം തന്നെ വഴക്ക് പറയുകയാണ് ചെയ്തത്. കാരണം എൻ്റെ ലൈഫിന് ഭയങ്കര റിസ്ക്കിയാണ് ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിന് ഈ പ്രഗ്നൻസി നോക്കി, തൻ്റെ ലൈഫിന് റിസ്ക് അല്ലേ, പിന്നെ കുഞ്ഞിനെ കിട്ടുമോ എന്ന് ഉറപ്പൊന്നുമില്ല, ഒരു 50-50 ചാൻസാണ്. അപ്പം കുഞ്ഞിനേക്കാളേറെ എൻ്റെ ലൈഫിന് ഭയങ്കര റിസ്ക്കാണ് ഈ ഒരു പ്രഗ്നൻസി. പക്ഷെ ഞാൻ മാതാവിൽ ഉറച്ചു നിന്നു. എന്തെങ്കിലുമൊക്കെ ഡോക്ടേഴ്സ് ഇമ്പോസിബിളാണെന്ന് പറയുമ്പോൾ അപ്പം മാതാവ് എനിക്കൊരു ശക്തി തരും. അപ്പോൾ ദൈവത്തിനാൽ ഇതെല്ലാം സാധ്യമാണെന്ന്. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് വേറൊരു ഡോക്ടറിനെ കണ്ടു. അങ്ങനെ ഇങ്ങനെ പ്രഗ്നൻസിയുടെ എല്ലാ ചെക്കപ്പുകളും തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറിനോട് നോർമൽ ഡെലിവറിയുടെ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അഖില, നോർമൽ ഡെലിവറി നിനക്ക് ഇമ്പോസിബിളായ കാര്യമാണ്. കാരണം നോർമൽ ഡെലിവറി നടന്നാൽ ഞാൻ മരിച്ചു പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കാരണം എനിക്കൊരു സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇത്രയും നോർമൽ ഡെലിവറി നമ്മൾ അത്രയും ഫോഴ്സ് ചെയ്യുമ്പോൾ ഈ സ്റ്റെൻറ്റ് പൊട്ടാം, ബ്ലഡ് വെസലുകളൊക്കെ ബ്ലീഡിങ് വന്ന് മരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിസേറിയൻ മാത്രമേ നമ്മൾ ഓപ്റ്റ് ചെയ്യത്തുള്ളൂ. അത് ഒരു മാക്സിമം ഒരു 8-ാം മാസം വരെയൊക്കെ പ്രഗ്നൻസി അവർ കണ്ടിന്യൂ ചെയ്യിക്കത്തുള്ളൂ. എന്നിട്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ പുറത്തെടുക്കും. അങ്ങനെയാണ് ഡോക്ടേഴ്സിൻ്റെ പ്ലാൻ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ ഡോക്ടറിനെ ഞങ്ങൾ കണ്ടപ്പോൾ ഡോക്ടർ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. ഇത് നോർമൽ ഡെലിവറി എനിക്ക് ഇമ്പോസിബിൾ ആണെന്ന് ഡോക്ടർ പറയുകയാണ്. കുറേ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഈശോ പറയുന്ന പോലെ എനിക്ക് തോന്നുകയാണ്, അഖില, ഡോക്ടറല്ല നിൻ്റെ ദൈവം, ഞാനാണ് നിൻ്റെ ദൈവം. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈശോ എന്നോട് പറയുന്നത് പോലെ തൊട്ടടുത്ത് നിന്ന് ഈശോ ചിരിച്ചുകൊണ്ട് പറയുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. അപ്പം മനസ്സിന് ഭയങ്കരമായൊരു സമാധാനം വന്നു. പിന്നെ ഇതേ അസുഖമുള്ളൊരു ചേച്ചി എനിക്കറിയാം. ആ ചേച്ചി ഇഞ്ചക്ഷനുകൾ എടുത്തിട്ടും എല്ലാ മെഡിസിനുകൾ എടുത്തിട്ടും 5 കുഞ്ഞുങ്ങൾ ആ ചേച്ചിക്ക് മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പം ഈ ചേച്ചി എന്നോട് പലപ്പോഴും വിളിക്കുമ്പോൾ പറയും, അഖില, നീ 7 മാസം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കണ്ടാൽ മതി എന്ന് പറയും. പക്ഷേ ഡോക്ടേഴ്സും അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചത്. ഞാനൊരു 7 മാസം തന്നെ തികയ്ക്കുമെന്ന് അവർക്ക് ഡൗട്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മാതാവിൻ്റെ കൃപയാൽ 9 മാസം തികഞ്ഞ് അങ്ങനെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചത്. അങ്ങനെ ഞങ്ങൾ നോർമൽ ഡെലിവറിയോട് അടുത്ത സമയത്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പം പെട്ടെന്ന് ഈ ഡോക്ടർ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വേറെ ഹോസ്പിറ്റലിൽ പോയി. പെട്ടെന്ന് അതൊരു ഷോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആ ഡോക്ടർ ഭയങ്കര സ്നേഹത്തോടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറിൽ കുറച്ചുകൂടി ആശ്രയം വെക്കുന്നതായിട്ട് ഈശോയ്ക്ക് തോന്നിയിട്ട് ഈശോ ആ ഡോക്ടറിനെ മാറ്റിയതാണ് അവിടുന്ന്. അങ്ങനെ ആ ഡോക്ടർ മാറി അടുത്തൊരു സീനിയർ ഡോക്ടറിനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു സിസേറിയനെ പോസിബിളായിട്ടുള്ളൂ. അങ്ങനെ ജാനുവരി 12 അഡ്മിറ്റ് ആകാൻ വേണ്ടി അവർ ഡേറ്റും തന്നു. അങ്ങനെ ജാനുവരി 12 ഞങ്ങൾ അഡ്മിറ്റ് ആകാൻ ചെല്ലുന്ന സമയത്ത് ഈ ഡോക്ടറും ലീവിൽ പോയി. ആ മാസം ജനുവരി മാസം ഈ സീനിയർ ഡോക്ടർ ലീവിലാണെന്ന് പറയുകയാണ്. അങ്ങനെ പുതിയൊരു ഡോക്ടറിനെ കണ്ടു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മാതാവിനോട് പറയായിരുന്നു, മാതാവേ, എൻ്റെ ആഗ്രഹം നോർമൽ ഡെലിവറി നടക്കണമെന്നാണ്. പക്ഷേ അതൊക്കെ എല്ലാ ഡോക്ടേഴ്സും ഇമ്പോസിബിളാണെന്ന് പറയുന്നത്. ഒരു 5 പേരോളം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് സിസേറിയൻ മാത്രമേ പോസിബിളായിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഞാനുമായിട്ട് ഡോക്ടേഴ്സിനോടൊന്നും അങ്ങോട്ട് പറയില്ല, മാതാവ് തന്നെ എല്ലാം ചെയ്തോണമെന്ന് പറഞ്ഞു. പിന്നെ എന്താണേലും ഞാൻ ദൈവഹിതം എന്താണോ അതിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് ആകുന്ന ദിവസം ചെന്നപ്പം വേറൊരു ഡോക്ടറിനെ കാണുകയാണ്. ആ ഡോക്ടർ മാത്രം പറഞ്ഞു, നമുക്ക് നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാം, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സിസേറിയൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അസുഖമുള്ളവർക്ക് സാധാരണ വരുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നതാണ്. പക്ഷേ എന്നെ മാതാവ് ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നും.
എനിക്ക് സാധാരണ അവർക്കൊക്കെ വരുന്നത് വെച്ചുള്ള ഒരു കോംപ്ലിക്കേഷൻസും എനിക്കങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ ആ ഡോക്ടർ മാത്രം നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എന്നെ റെഡിയാക്കി. അങ്ങനെ ഞാൻ ഈ വചനം പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമ്പോൾ ഈ വചനം ഞാൻ ലേബർ റൂമിൽ കണ്ടിന്യൂസ് ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഇനി എല്ലാം മാതാവിൻ്റെ കയ്യിലേക്ക് ഞാൻ കൊടുത്തു. മാതാവ് എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് നോർമൽ ഡെലിവറിയിൽ എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഞാനൊരു ആൺകുഞ്ഞിന് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിച്ചതും അതെനിക്ക് മാതാവ് തരുമെന്ന് എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു. കുഞ്ഞ് ക്യാരിങ് ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ മോനാണെന്ന രീതിയിൽ കുഞ്ഞിനോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുന്ന സമയത്ത് കൂടുതൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് എസെക്കിയേൽ എന്നൊരു പേര് തോന്നി. ആ പേരിൻ്റെ അർത്ഥം തന്നെ ദൈവം ശക്തിപ്പെടുത്തുന്നു എന്നാണ്. ശരിക്കും ഈ പ്രഗ്നൻസിയിലും എൻ്റെ ലൈഫിലും മൊത്തം എന്നെ ദൈവം ശക്തിപ്പെടുത്തുന്നതാണ്. എനിക്ക് ശക്തിയില്ല, ഞാൻ തളർന്നു തന്നെയാണ് ഇരിക്കുക. പക്ഷെ ദൈവം തരുന്ന ശക്തിയിലാണ് ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോവുക. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിന് എസെക്കിയേൽ എന്ന് പേരിട്ടു. മാതാവിനോടുള്ള നന്ദി സൂചകമായിട്ട് മിഡിൽ നെയിം മരിയോൺ എന്നാണ് ഇട്ടത്. അങ്ങനെ കുഞ്ഞിന് എസെക്കിയേൽ മരിയോൺ റിങ്കു എന്ന് പേരിട്ടു. എപ്പോഴും എനിക്ക് കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് മാതാവിനോടും ഈശോയോടുള്ള സ്നേഹം കൂടുകയാണ്, ഓരോ ദിവസവും കൂടുകയാണ് ചെയ്യുക. അതേപോലെ എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് യൂട്രസ് വികസിക്കുമ്പം കുറച്ച് പേർക്കൊക്കെ വരുന്നൊരു കോംപ്ലിക്കേഷനാണ്. യൂട്രസ് ഇങ്ങനെ വികസിക്കും തോറും നമ്മുടെ മറ്റവയവങ്ങളെ ഇങ്ങനെ കംപ്രസ് ചെയ്യും. അങ്ങനെ എൻ്റെ രണ്ട് കിഡ്നിയിലും എനിക്ക് നീരായിട്ട് എനിക്ക് ഉച്ച കഴിയുമ്പോൾ തൊട്ട് പെയിനാണ്. അപ്പോൾ ഞാൻ അന്നും സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് സ്കൂൾ എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഉച്ച കഴിയുമ്പോൾ തൊട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എനിക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ നല്ല വേദന സഹിച്ചാണ് ഞാൻ പഠിപ്പിക്കുക. അപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു പ്രഗ്നൻസിയിൽ നമുക്ക് മെഡിസിൻ ഒന്നും തരാൻ പറ്റത്തില്ല. അതായത് 6ാം മാസത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു വേദന വരാൻ തുടങ്ങിയത്. ഡെലിവറിയോടുകൂടി മാത്രമേ ഈ പെയിൻ പോകത്തുള്ളൂ, കാരണം യൂട്രസ് ചുരുങ്ങിയാലേ പെയിൻ പോകത്തുള്ളൂ. അങ്ങനെ ഇത് സഹിക്കേണ്ടി വരുമെന്ന രീതിയിൽ തന്നെ ഡോക്ടർ സംസാരിച്ചു. ഒരു മരുന്നും തരാനില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിൻ്റെ തൈലം, ഞാൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും തേനും ഉപ്പും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു ദിവസം ചെക്കപ്പിന് പോകുന്ന സമയത്ത് എനിക്ക് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അടുത്ത ഡോക്ടറിൻ്റെ അടുത്തേക്ക് നടക്കാൻ വയ്യാതെ ഡോക്ടേഴ്സ് എന്നെ വീൽ ചെയറിലാക്കി വിട്ടിട്ടുണ്ട്. അന്ന് ഞാനിങ്ങനെ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവെ പറ്റുമെങ്കിൽ എനിക്ക് ഈ വേദന മാറ്റി തരണം, അല്ലെങ്കിൽ സഹിക്കാനുള്ള ശക്തിയെങ്കിലും തരണമെന്ന്. കാരണം എനിക്ക് ജോലിക്കും പോകണം, എനിക്ക് അതേപോലെ തന്നെ എനിക്ക് നടക്കുകയും ചെയ്യണം. ഞാൻ വൈകിട്ടൊക്കെ കുർബാനയുള്ള ദിവസങ്ങളെല്ലാം മാക്സിമം ദിവ്യബലിയിൽ പോയി പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് വേദനയുണ്ട്. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് എനിക്ക് കുർബാനയ്ക്ക് പോകണം. അപ്പോൾ ഞാൻ വേദന ഉണ്ടെങ്കിൽ കടിച്ച് പിടിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് പള്ളി, ഒരു 8 മിനിറ്റ് നടന്നാൽ മതി. അപ്പം ഞാൻ വേദന സഹിച്ച് പള്ളിയിൽ പോവും. ആ സമയത്തൊക്കെ അർപ്പിക്കുന്ന ദിവ്യബലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായൊരു ദൈവാനുഭവം നിറഞ്ഞ ദിവ്യബലിയാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഭയങ്കര അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ഒരു മെഡിസിനും എടുത്തില്ല. പക്ഷേ ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് എനിക്ക് പൂർണ്ണമായിട്ട് ആ വേദന മാറി. പിന്നെ എനിക്കൊരു വേദനയും ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഈ ഒരു അസുഖമുള്ളവർക്ക് ഉണ്ടാകാവുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസ് ഒന്നും മാതാവ് വരുത്തിയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് അസുഖത്തോടുകൂടി തന്നെ നീ എനിക്കൊരു കുഞ്ഞിനെ തരണം. കാരണം എങ്കിൽ മാത്രമേ ദൈവനാമം മഹത്വപ്പെടുത്തുള്ളൂ. അല്ലാതെ വളരെ സുഖപ്പെട്ട് നോർമലായിട്ട് എനിക്കൊരു കുഞ്ഞിനെ കിട്ടി അതിൽ വലിയൊരു അത്ഭുതമൊന്നും തോന്നാനില്ല. പക്ഷേ ഈ ഒരു അസുഖം ഇരിക്കെ തന്നെ അത്ര ലൈഫ് റിസ്ക്കി ആയിട്ടുള്ളൊരു സമയത്ത് എൻ്റെ ലൈഫും റിസ്ക്കാണ്, കുഞ്ഞിൻ്റെ റിസ്ക്കാണ്. കുഞ്ഞിനെ കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് മാതാവ് എല്ലാം ക്രമീകരിച്ചു എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 9 മാസം തികഞ്ഞ് നോർമൽ ഡെലിവറിയിൽ തന്നെ എനിക്ക് അത്ഭുതകരമായിട്ട് ഒരു മകനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ വൃദ്ധസദനത്തിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. അവർക്ക് നഖം വെട്ടി കൊടുക്കുക, വൃദ്ധസദനമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പേപ്പറുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പേപ്പർ കന്നഡ പേപ്പറാണ് ഞാൻ മേടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ കന്നഡ ഞാൻ കാണാതെ പഠിക്കും, കാരണം എന്നാലേ ഇവരോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറേയൊക്കെ ഞാൻ കാണാതെ പഠിച്ചിട്ട് ഇവരോട് സംസാരിക്കും.
ട്രെയിനിൽ വെച്ചൊക്കെ പേപ്പർ കൊടുക്കുന്ന സമയത്ത് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എന്നോട് ചൂടായി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേപ്പർ കൊടുക്കുകയാണ്, ക്രിസ്ത്യാനി ആക്കാനാണെന്നൊക്കെ പറഞ്ഞ് ഒരു ചേട്ടൻ ഭയങ്കരമായിട്ട് റൂഡായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ശരിക്കും അവരോട് ഫ്ലുവൻ്റായിട്ട് കന്നഡ സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ മാതാവ് ആ സമയത്തും എന്നിലൂടെ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ സമയത്തൊക്കെ ഞാൻ മാതാവിന് വേണ്ടി സംസാരിക്കുക, മാതാവ് എന്നെ ശക്തിപ്പെടുത്തി. പിന്നെ ദശാംശമൊക്കെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ മുതലേ അങ്ങനെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ആരെങ്കിലും സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ സഹായിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ മറ്റ് ടീച്ചേഴ്സിനോടൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ പ്രഗ്നൻ്റ് ആയതൊക്കെ പറയുമ്പോൾ അവർക്ക് വിശ്വാസമായിട്ട് അവർ പലരും ഉടമ്പടി, അവിടെ ഉള്ളവർ കർണാടകക്കാർ തന്നെ അവർ ചിലർ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ചിലർ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. ഇനി ഉടമ്പടിയിൽ ജീവിക്കാനുള്ള കൃപ തരണേന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അഖില, റിങ്കു എന്ന ഈ കുടുംബത്തിൻ്റെ വളരെ ശ്രേഷ്ഠമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധ അമ്മ തന്നെ ഈ മകളോട്, അമ്മയും ഈശോയും വളരെ ശക്തമായി ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധത്തെക്കുറിച്ചാണ് നാം ഇതിൽ മനസ്സിലാക്കുന്നത്. ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് അസുഖം വന്ന് ഒരു അപൂർവ രോഗം പിടിപെട്ട് ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസീസ് എന്ന ഒരവസ്ഥയിലേക്ക് ഈ മകൾക്ക് കടന്നു പോകേണ്ടി വന്നപ്പോൾ കുഞ്ഞിൻ്റെ ജീവിതം, പ്രഗ്നൻ്റ് ആകാൻ തന്നെ വളരെ ഹൈ റിസ്ക്. അങ്ങനെ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈ മകൾ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് ഈശോയുടെ ഒരു വലിയ വാഗ്ദാനത്തോടു കൂടിയാണെന്നാണ് റിങ്കുവും അഖിലയും ഇവിടെ ഏറ്റുപറയുന്നത്. ഹസ്ബൻഡിന് കിട്ടിയ ആ വചനം മകൾ ആ പ്രഗ്നൻസി കാലഘട്ടം മുഴുവൻ ഉരുവിടുകയായിരുന്നു. പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്നുള്ള ദൈവത്തിൻ്റെ വളരെ ശക്തമായ പ്രൊട്ടക്ഷൻ, കരുതലും സ്നേഹവും സംരക്ഷണവും ഇവരുടെ ഈ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഇവർ അനുഭവിച്ചതിനെക്കുറിച്ച് പറയുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഈ രോഗത്തിൽ ഒരു ആൻറ്റിബോഡി, അതായത് ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിൽ ജീവിക്കുക എന്നുള്ളത് തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് കടന്നു പോകാവുന്നതാണ്. പക്ഷേ ആൻറ്റിബോഡി വൈറസ് ഫോം ചെയ്യുന്ന ആ സമയങ്ങളിലെല്ലാം ഈ ഫോറിൻ ബോഡി നിലനിൽക്കുക എന്നുള്ളത് തന്നെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചതുപോലെ ഇതൊരു കൃപ കൊണ്ട് മാത്രമല്ലാതെ മരുന്നുകൊണ്ടോ ലേപനം കൊണ്ടോ അല്ല ഈ കുഞ്ഞിൻ്റെ ജന്മമെന്ന് നമുക്കിവിടെ മനസ്സിലാകാവുന്നതാണ്. അഖില പ്രഗ്നൻ്റായ സമയങ്ങളിലൂടെയെല്ലാം തൻ്റെ ടീച്ചിങ് കരിയർ വളരെ ശക്തമായും പരിശുദ്ധ അമ്മയോട് കൂടെ തന്നെ ഒരു ബെസ്റ്റ് ടീച്ചർ അവാർഡ് ലഭിക്കാൻ മാത്രം പരിശുദ്ധ അമ്മ കൂടെ നിന്ന് റിവ്യൂ ക്ലാസ് എടുക്കുവാനും അവർക്കതിൻ്റെ എല്ലാ സാങ്കേതിക തടസ്സങ്ങളും മാറ്റിക്കൊടുക്കുവാനും കന്നഡ വളരെ ചുരുക്കം വാക്കുകൾ മാത്രം അറിയുന്ന ഈ മകൾ സ്കൂളിലെ സീനിയർ ടീച്ചേഴ്സിനോടൊപ്പം ഒരു ബെസ്റ്റ് ടീച്ചർ അവാർഡിയായി കരുതപ്പെടാനും കൺസിഡർ ചെയ്യാനൊക്കെയുള്ള വലിയ മഹാഭാഗ്യം ഈ ഉടമ്പടി കാലത്തിലാണ് ഈ മകൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈശോയോട് ചേർന്നുള്ള ചില നിലപാടുകളാണ് അഖിലയ്ക്ക് സംസാരിക്കാനുള്ളത്. ഞായറാഴ്ച ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുക്കുകയില്ല, കാരണം അത് നമ്മുടെ 3-ാം പ്രമാണമാണ്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന 10 കൽപ്പനയിലുള്ള 3-ാം പ്രമാണം വളരെ ശക്തമായി നിലപാടുകളോടുകൂടി തന്നെ അപ്പോൾ ഈശോയ്ക്ക് കൊടുത്തൊരു വാക്ക്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉണ്ടായിരിക്കണം. ഈ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ തന്നെ അവർക്ക് 100% റിസൾട്ട് നൽകി എന്നൊരു വലിയ സന്തോഷ വാർത്ത കൂടി ഈ മകളിന്ന് ഈ അൾത്താരയിൽ ഏറ്റുപറയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ ലഭിക്കുമെന്നുള്ള മംഗളവാർത്ത ലഭിച്ചപ്പോൾ ഇന്ന് ഈ മകൾ ഏറ്റുപറയുമ്പോൾ വളരെ പെട്ടെന്നാണ് യൂദയ മലഞ്ചെരുവിലേക്ക് എലിസബത്തിനെ സഹായിക്കാനായി പോയത്. ഇങ്ങനെ ഉടമ്പടിയിലായിരിക്കുന്ന ഈ മകൾ കൃത്യമായും ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ പോലെ പരിശുദ്ധ അമ്മയെപ്പോലെ
മറ്റുള്ളവരെല്ലാം സഹായിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് തൻ്റെ ഗർഭാവസ്ഥ കാലത്തുള്ള എല്ലാ അരിഷ്ടതകളെയും മാറ്റിവെച്ചുകൊണ്ട് തന്നെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഈശോയെ ഉടമ്പടിയായി കയറ്റി നടന്ന, ഉടമ്പടി പേടകം വഹിച്ചുകൊണ്ട് നടന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് മകൾക്ക് വരാൻ സാധിച്ചത് ഈ പരിശുദ്ധ അമ്മയോടുള്ള നിരന്തരമായ കമ്മ്യൂണിക്കേഷനും ഈശോയോടുള്ള പരിപൂർണമായ സ്നേഹവുമാണെന്ന് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒട്ടും തന്നെ യോഗ്യതകളില്ലാതെ ജനിച്ച ഈ കുഞ്ഞിനെ ജനിക്കാൻ യോഗ്യതകളില്ല. കാരണം മറ്റൊരു ഉദാഹരണം, ഒരു ഫ്രണ്ടിൻ്റെ ഉദാഹരണം, 5 കുഞ്ഞുങ്ങൾ, ഈ രോഗാവസ്ഥയുള്ള ഒരു സ്ത്രീയുടെ 5 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി എന്നാണ് ഇന്നിവിടെ നമുക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ എല്ലാ അയോഗ്യതകളോടും കൂടി കൃപ നിറഞ്ഞ ഒരു ജീവിതം ഇവർക്ക് ലഭിച്ചതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അതുപോലെ പ്രഗ്നൻസി കഷ്ടതകൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.